സ്ട്രെസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അമിതമായി വരുന്ന സമ്മർദ്ദമാണ്. നമ്മുടെ മൈൻഡിന് എടുക്കാൻ പറ്റാത്ത കുറേ റെസ്പോൺസിബിലിറ്റീസോ ഡ്യൂട്ടീസോ ഗോൾസോ നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ഓവറായിട്ട് തോട്ട് പ്രോസസ്സിലൂടെ ടെൻഷൻസ് കൊടുക്കുകയും അത് ബോഡീനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ ക്ലിയർ ആയിട്ട് അതിനൊരു ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു കാര്യം. നമുക്ക് നമ്മുടെ വീക്ക്നെസ് സൈഡ്സ് എന്താണെന്നും സ്ട്രെങ്ത് എന്താണെന്നും നമുക്ക് തന്നെ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ തിളച്ചൊരു വെള്ളത്തിലേക്ക് നമ്മളൊരു തവള എടുത്തിട്ട് എന്ത് പറ്റും? അത് ചാടിപ്പോവും അല്ലേ. അതേ സമയത്ത് തവള ഇട്ടതിന് ശേഷമാണ് നമ്മൾ ചൂട് കൊടുക്കുന്നതാണെങ്കിൽ ആ ചൂടിനനുസരിച്ച് അത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് സ്ട്രെസ്സ്. നമ്മുടെ ഓരോ കേപ്പബിലിറ്റീസിനെയും പതുക്കെ പതുക്കെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനനുസരിച്ച് നമ്മുടെ ഗോൾസ് ആണെങ്കിലും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ പാടുള്ളൂ. നേരെ തീർച്ചയായും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം കപ്പാസിറ്റീസ് കൂട്ടാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ് അടിക്കും.